പവിത്രത്തിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അച്ഛമ്മ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, പെട്ടെന്നല്ലല്ലോ പിള്ളേർ തമ്മിൽ പ്രണയിച്ചത്. നിങ്ങൾ അവളുടെ വിവാഹം വേറെ കഴിച്ചു കൊടുക്കാൻ പോയപ്പോൾ അവൾക്ക് ഇതല്ലാതെ മറ്റു വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പ്രായമായിട്ട് നമ്മൾ ഇങ്ങനെ ബലം പിടിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാട്ടോ അച്ഛമ്മ. എന്നാൽ മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് അല്ലേ സുധാകര എന്ന് ചോദിക്കുന്ന സമയത്തിന് സുധാകരൻ മാഷും ഒന്നും മിണ്ടുന്നില്ല. ഏതായാലും ഈ യാത്രക്ക് പുറപ്പെടുന്ന സമയത്താണ് നിങ്ങൾ വന്നതെന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവരുടെ ബന്ധം അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഏതായാലും ഇനി ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയണം അച്ഛമ്മ. അപ്പം മുത്തശ്ശിയും പറഞ്ഞിട്ട് അതെ അതെ, ഇനി അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് പറയും. ഇനി നിങ്ങൾ എല്ലാവരും യാത്ര ആയിക്കോളൂ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് അവരെല്ലാവരും അവിടെ നിന്ന് പോവും. വേദിയുടെ കൈയും പിടിച്ചുകൊണ്ടായിരിക്കട്ടോ മുത്തശ്ശി പോകുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് വേദമോള് പോയിട്ട് വാ എന്ന് പറയും. അതിനുശേഷം മുത്തശ്ശിയും അച്ഛമ്മയും മാത്രമായിട്ട് സംസാരിക്കുകയാണ്. അച്ഛമ്മ പറഞ്ഞിട്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ വീട്ടിലേക്ക് വരുന്ന സമയത്തിന് ഇങ്ങനെയല്ല സ്വീകരിക്കേണ്ടത്, പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയൊക്കെ ആയി പോയി എന്ന് പറയും. അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല, നല്ലൊരു യാത്രക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് പറയും. അച്ഛമ്മ പറഞ്ഞിട്ട് സാരമില്ല, ഇനി ഏതായാലും അടുത്ത വരവിൽ ഞാൻ വരുന്ന സമയത്തിന് ഞാനും വേദമോളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഇനി ഒരു സെൽഫി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചേർന്നിട്ട് ഒരു സെൽഫി എടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും യാത്ര പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിരിക്കണം. അച്ഛമ്മ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സമയത്തിന് സുധാകരൻ മാഷിന് അങ്ങ് ദേഷ്യം വരികയാണ്. ഇതെന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ കമലമ്മ പറഞ്ഞിട്ട് മാഷിനല്ലേ മാഷിന്റെ അമ്മയെ കൂടുതൽ അറിയാവുന്നത്, അതുകൊണ്ട് മാഷ് തന്നെ പറഞ്ഞോളൂ എന്ന് പറയും. എന്നിട്ട് വിനായകനെ നോക്കിയിട്ട് പറഞ്ഞിട്ട് എടാ വിനായക, നീ എന്താ അവിടെ വന്നിരിക്കുന്നത്, നിന്റെ പെണ്ണും പിള്ളേരുടെ അടുത്ത് ഇവിടെ സീറ്റ് ഉണ്ടല്ലോ, നീ പോയിട്ട് അവളുടെ അടുത്ത് പോയിരിക്കുക എന്ന് പറയും. എടാ നീ എന്തിനാണ് വിക്രമിന്റെ അടുത്തേക്ക് കയറിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിനായകൻ പറഞ്ഞിട്ട് അച്ഛമ്മേ ഞാൻ ഇവിടെ ഇരുന്നില്ല, അവൻ എൻ്റെ അടുത്ത് കയറിയിരുന്നതാണെന്ന് പറയുന്ന സമയത്തിന് എടാ നീ പോയിട്ട് നന്ദിനിയുടെ അടുത്ത് പോയിരിക്കുക എന്ന് പറയുന്ന സമയത്തിന് വിനായകൻ ഏതായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് നന്ദിനിയുടെ അടുത്തേക്ക് പോയിരിക്കും. അപ്പോൾ അച്ഛമ്മ ശ്രീജിയോട് ചോദിക്കുന്നതിന് മോളെ ശ്രീജി, നീയാണോ വേദിയെ കല്യാണം കഴിച്ചത്? അപ്പോൾ അല്ല അച്ഛമ്മ എന്ന് പറയുന്ന സമയത്തിന് എന്നാ പിന്നെ നീ എഴുന്നേറ്റ് പോയിട്ട് നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയിരിക്കുക എന്ന് പറയും. അങ്ങനെ ശ്രീജി ഏതായാലും വേദിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നേരെ വിശ്വന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിന്റെ അടുത്തേക്ക് നോക്കിയിട്ട് ചെല്ലട അച്ഛന്ന് പോയിട്ട് വേദമോളുടെ അടുത്ത് ഇരിക്കുക എന്ന് പറയുന്ന സമയത്തിന് വിക്രം അച്ഛമ്മയെ പേടിച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ട് വേദിയുടെ അടുത്തേക്ക് ചെന്നിരിക്കും. വിക്രം ഏതായാലും വേദിയുടെ അടുത്തേക്ക് ചെന്നിരുന്നതിന് ശേഷം വേദിയോട് ചോദിക്കുന്നത്, ഇത് നിന്റെയും ആ തള്ളയുടെയും പ്ലാനിങ് അല്ലേടി ഇതൊക്കെ? അപ്പൊ വേദ ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഓ പിന്നെ മുട്ടാനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിലുണ്ട് അങ്ങ് അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്ന സമയത്തിന് വിക്രം പെട്ടെന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. എന്നിട്ട് വിക്രം ഏതായാലും സാനിറ്റൈസറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ തുറക്കുന്ന സമയത്തിന് ഇതെന്താണെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് നിന്റെ കൂടെ യാത്ര ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് സാനിറ്റൈസറൊക്കെ എടുത്ത് തുറക്കും. അത്രമാത്രം വലിയൊരു വൈറസ് അല്ലേ എൻ്റെ കൂടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിക്രം ഇങ്ങനെ കൈയൊക്കെ തുറക്കുന്നത്. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടതിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വേദേ, എന്താ വിക്രം പറയുന്നത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും വിക്രം പറയുന്നത്, ഒന്നുമില്ല അച്ഛമ്മേ, സാനിറ്റൈസർ കയ്യിൽ പിടിച്ചത് ഇനി ഒരുപാട് യാത്രയൊക്കെ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ടാണെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറയും. അങ്ങനെ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് അച്ഛമ്മ പറയുന്നത്, അതെ ഇനി എല്ലാവരും അമ്പലത്തിലേക്ക് പോവാണെന്ന് വിചാരിച്ച് ഇപ്പൊ തന്നെ എല്ലാവർക്കും അങ്ങനെ ഭക്തിയുടെ മൂഡൊന്നും വേണ്ട, നല്ലൊരു അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു ട്രിപ്പ് പോലെ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാം. എടാ വിനായക, നിന്റെ ഈ പേട്ട വണ്ടിയിൽ പാട്ടൊന്നും ഇല്ലേടാന്ന് ചോദിക്കാൻ അച്ഛമ്മ. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് ഡ്രൈവറോട് അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, എടോ ഒരു പാട്ട് വെക്കടോ എന്ന് പറയും. ഡ്രൈവർ വിളിച്ച് പറഞ്ഞിട്ട് അതെ പാട്ടൊക്കെ ഞാൻ വെക്കാം, പക്ഷെ കൂത്ത് അച്ഛമ്മയുടെ വകയായിരിക്കണം കേട്ടോ എന്ന് പറയുന്ന സമയത്തിന് ഓ അതൊക്കെ ഞാൻ ഏറ്റവും എന്ന് വിളിച്ച് പറയും അച്ഛമ്മ. അങ്ങനെ നല്ലൊരു അടിച്ചാപ്പൊളി പാട്ടൊക്കെ വെക്കുന്ന സമയത്തിന് എല്ലാവരോടും എഴുന്നേറ്റ് നിന്ന് ഡാൻസൊക്കെ കളിക്കാൻ പറയണ വിക്രമിനോട് പറയുന്ന സമയത്തിന് വിക്രമും എഴുന്നേറ്റ് നിന്നിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു ട്രിപ്പ് മൂഡിലാവുന്ന സമയത്തിന് സുധാകരൻ മാഷ് പോലും ഭയങ്കര സന്തോഷത്തിലായിരിക്കും, പാട്ടിനനുസരിച്ച് ഇങ്ങനെ കൈകൊണ്ട് താളം പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം അച്ഛമ്മ അവിടെ ഇരുന്ന് മയക്കം പിടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. അതെ ഇനി ഞാനൊരു കഥ പറയാം, പ്രണയകഥയാണ് പറയാൻ പോകുന്നത്. ആരുടെ പ്രണയകഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതെ ഈ സ്വർണ്ണമോതിരം സമ്മാനമായിട്ട് തരാമെന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പെട്ടെന്ന് അങ്ങ് വിളിച്ചു പറയും, വിക്രമിന്റെയും വേദനയും പ്രണയകഥയാണെന്ന് പറയും. അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ട് ഇല്ല, ഇന്ന് എനിക്ക് ഈ മോതിരം നഷ്ടമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നന്ദിനിയോട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയകഥയാണോ പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട് അതെ അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദാ ഈ സ്വർണ്ണമോതിരം ഇനി മോളെടുത്തോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അച്ഛമ്മ ഒരു സ്വർണ്ണമോതിരം വേദക്ക് കൊടുക്കുകയാണ്. ഇത് കാണുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. നന്ദിനി ഇങ്ങനെ ദേഷ്യത്തോട് കൊടുത്തിട്ട് വിനായകനോട് ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാവുന്നതല്ലേ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയകഥ, എന്നിട്ട് നിങ്ങൾ എന്താ അത് പറയാതിരുന്നത്? ദേ ഒരു പവന്റെ മോതിരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങളൊക്കെ അല്ലെങ്കിലും എന്തിനു കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ വിനായകനെ വഴക്ക് പറയാണ്. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയകഥയാണ് പറയാൻ പോകുന്നത് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ അച്ഛനങ്ങ് ദേഷ്യം വരാട്ടോ. എന്നിട്ട് പറഞ്ഞു, എടി കമലെ നീ അമ്മയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ, ദേ ഇപ്പൊ തന്നെ എന്റെ കണ്ടോട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു മാഷ് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ആ സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട് ദേ ഇനി പറയാലോ എന്ന് പറയും. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞിട്ട് അമ്മേ എന്താ ഇതൊക്കെ, ഇതൊന്നും പിള്ളേരുടെ മുന്നിൽ വെച്ച് ഇനി വിളിച്ചു പറയല്ലേ എന്ന് പറയും. അപ്പോൾ എന്താണ് നിനക്ക് നാണം വന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് നാണം വന്നിട്ടില്ലേ, നാണക്കേടാണ്, പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശരി എന്നാ ഞാൻ പറയുന്നില്ല, നീ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ സമയത്തിന് സുധാകരൻ നിന്നെ കണ്ടതും നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടതും നിങ്ങൾ തമ്മിൽ പ്രണയിച്ചതും സുധാകരന്റെ അച്ഛൻ നിങ്ങളുടെ പ്രണയത്തെ എതിർത്തതും അതിനുശേഷം നീ സുധാകരന്റെ കയ്യും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയതും
ഇനി ഏതായാലും എനിക്ക് അച്ഛൻ്റെ ഒരു തരി സ്വർണം പോലും വേണ്ട, ഒരു തരി മണ്ണും പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീ സുധാകരൻ്റെ കയ്യും പിടിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയ ആ കഥകളൊന്നും ഞാൻ പറയുന്നില്ല എന്ന് വിളിച്ചു പറയട്ടെ അച്ഛമ്മ. അപ്പോഴേക്കും ഇനിയിപ്പോൾ എന്ത് പറയാൻ, ഒരു മെഗാ സീരിയലിനുള്ളത് തന്നെ പറഞ്ഞ് തീർത്തില്ലേ എന്നൊക്കെ പറയും. അച്ഛമ്മ പറയുന്നത് എന്തായാലും എൻ്റെ മോൻ ആ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ. ഒരു തരി പൊന്നിന് പോലും എൻ്റെ മോൻ ആ വീട്ടിലേക്ക് വന്നിട്ടേയില്ല. മാത്രമല്ല എൻ്റെ മോൻ അവളെ കൂട്ടിയിട്ട് ആത്മാഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എൻ്റെ മോൻ ആത്മാഭിമാനമുള്ളവനാണെന്ന്. എന്നാൽ അച്ഛമ്മയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് സുധാകരൻ മാഷിന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അച്ഛമ്മ പറഞ്ഞതിന് ആ ഗുണം ഏതായാലും എൻ്റെ പേരക്കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ഇളയ പേരക്കുട്ടിക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്തിന് വേദ വിക്രമിനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ, നിങ്ങളൊരു ആൺകുട്ടിയാണെന്ന കാര്യം തെളിയിക്കണം എന്നാണ് അച്ഛമ്മ പറയുന്നത്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ്. ഇവരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് പെട്ടെന്നൊരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അമ്മയും ശ്രീജിയും കൂടി ചേർന്നിട്ടായിരിക്കും എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രം ഇടയ്ക്കിങ്ങനെ വേദയെ നോക്കുന്ന സമയത്തിന് വേദ ഇടയ്ക്കിടയ്ക്ക് വിക്രമിനെയും നോക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്തിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ഈ വെട്ടുപോകുന്നത് എങ്ങനെ ഇരിക്കുന്നത്, ഞാൻ അവിടെ ഒരു കുത്തു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ അങ്ങ് ചിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നതിന് ശേഷം വിശ്വൻ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുന്ന സമയത്തിന് പാട്ട് സെറ്റും കാര്യങ്ങളൊക്കെ വിനായകൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. പാട്ട് വെച്ചതിന് ശേഷം നന്ദിനിയും വിനായകനും കൂടെ ഡാൻസ് കളിക്കും. അതിനുശേഷം ശ്രീജിനെയും വിശ്വനെയും കൊണ്ട് അച്ഛമ്മ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഡാൻസ് കളിക്കാണ്. അച്ഛമ്മയും വേദയും കൂടെ ഡാൻസ് കളിക്കും. എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചിങ്ങനെ ആഘോഷിക്കുന്ന സമയത്തിൻ്റെ സുധാകരൻ മാഷ് മാത്രം ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കും. ആ സമയത്തിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എടാ സുധാകര, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നേ, നീ ഡാൻസ് കളിക്കാനൊന്നല്ല, ഇതെന്റെ ഡാൻസാണ്. അപ്പൊ സുധാകരൻ മാഷ് അവിടെ നിന്നും എഴുന്നേൽക്കാൻ മടിക്കുന്ന സമയത്തിന് നീ ഇങ്ങോട്ട് വാടാ വാടാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു കൊടുത്തിട്ട് മാഷിനെ മയ്യെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകും അച്ഛമ്മ. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് ഡാൻസും പാട്ടൊക്കെ കളിക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം കൈ വെച്ച് ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട്. എല്ലാവരും സുധാകരൻ മാഷെ നടുക്ക് നിർത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും തിരിച്ച് അമ്പലത്തിലേക്ക് എത്തുകയാണ്. അമ്പലത്തിലേക്ക് എത്തിയതിനു ശേഷം അച്ഛമ്മ ഇങ്ങനെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്, നിങ്ങളുടെ പ്രണയകഥ അത്രമാത്രം മോശമായിരുന്നു എന്ന് ചോദിക്കും. ആണോ മോളെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇല്ല അച്ഛമ്മേ, ഞങ്ങളുടെ പ്രണയകഥ സൂപ്പറായിരുന്നു, നല്ല അടിയും ഇടിയും ഹൽദിയും സ്റ്റണ്ടും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രണയ വിവാഹത്തിന് എന്ന് പറയും. എന്നാൽ വേദ ഇതെല്ലാം പറയുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ആലോചിക്കാട്ട് വേദയെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ തന്റെ കഴുത്തിൽ താലി കെട്ടുന്നതും വിക്രം ഇങ്ങനെ മുഖത്തടിച്ചതും അവർ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വാക്ക് തർക്കങ്ങളൊക്കെ നടത്തിയതെല്ലാം തന്നെ ആ ഒരു സന്ദർഭമെല്ലാം തന്നെ വിക്രം ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അച്ഛമ്മ പറഞ്ഞിട്ട്, വിശ്വ, ഞാൻ നിന്റെ ബാഗിൽ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടില്ലേ വിക്രമിന് വേണ്ടിയിട്ട്, അതിട്ടിട്ട് അവനോട് അകത്തേക്ക് വരാൻ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛമ്മ അകത്തേക്ക് കയറി പോകും. വിക്രം ഡ്രസ്സ് മാറ്റാൻ പോകുന്ന സമയത്തിന് വേദ വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും അമ്പലത്തിൽ വേണ്ടിയിട്ട് തൊഴാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും തൊഴുതു നിൽക്കുന്ന സമയത്തിന് പൂജാരി 2 പേർക്കുള്ള മാലയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് എവിടെ മണവാളൻ എവിടെയെന്ന് ചോദിക്കും. ഇതേ സമയത്തിന് വിക്രം ഒരു കല്യാണ ചെറുക്കനെ പോലെ വെള്ള മുണ്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് വരികയാണ്. വിക്രം ബാക്കിൽ വന്ന് നിൽക്കുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താണ് അവിടെ വന്ന് നിൽക്കുന്നത്, നന്ദിനി നീ ഒന്ന് മാറി നിൽക്ക്, വിക്രം അവിടെ വേദയുടെ അടുത്ത് വന്ന് നിൽക്കട്ടെ എന്ന്. നന്ദിനി ഒട്ടും ഇഷ്ടമില്ലാതെ ആയിരിക്കട്ടെ വേദയുടെ അടുത്ത് നിന്നങ്ങ് മാറി നിന്ന് കൊടുക്കുന്നത്. അങ്ങനെ വിക്രത്തിനെ വേദനയും അടുത്ത് പിടിച്ച് നിർത്തട്ടെ മുത്തശ്ശി. അതിനുശേഷം ചന്ദനം തൊട്ട് കൊടുക്കാൻ പറയും. മോളെ, വിക്രത്തിന് ചന്ദനം തൊട്ട് കൊടുക്കുക എന്ന് പറയുന്ന സമയത്തിന്റെ വേദം ഇങ്ങനെ വിക്രത്തിന്റെ നെറ്റത്ത് ചന്ദനം തൊട്ട് കൊടുക്കും. അതിനുശേഷം തൊട്ട് കൊടുക്കട വേദം മോൾക്ക് എന്ന് പറയുന്ന സമയത്തിന്റെ വിക്രം ചന്ദനം എടുത്തിട്ട് വേദയുടെ നെറ്റത്തും തൊട്ട് കൊടുക്കും. അങ്ങനെ ചന്ദനൻ പരസ്പരം തൊട്ട് കൊടുത്തതിന് ശേഷം പൂജാരി പറഞ്ഞിട്ട് ഇനി ചടങ്ങിലേക്ക് കടക്കാമല്ലേ എന്ന് പറയുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട്, അതേ തിരുമേനി, ഈ ചടങ്ങിലേക്ക് കടന്നോളൂ, ഇവരെ താലി കെട്ടേതായാലും എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, ഭഗവാന്റെ മുന്നിൽ വെച്ച് പരസ്പരം മാല ചാർത്തുന്നതെങ്കിലും കാണാനുള്ള യോഗം എനിക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പൂജാരി പറഞ്ഞതനുസരിച്ച് വിക്രം ഏതായാലും ആ ഒരു തുളസിമാല എടുത്തിട്ട് വേദിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ അണിയാൻ നോക്കുന്ന സമയത്തിന് 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അതിനെ അങ്ങ് തടഞ്ഞു നിർത്തുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.